അവരൊന്ന് തോറ്റു. പക്ഷേ നീ പറയുന്ന പ്രയോഗത്തിന് അടുത്തായോന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്തവരുടെ കാര്യങ്ങള് അന്വേഷിക്കണ്ടെന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറ്. പിന്നെ ഇവിടുന്ന ഇപ്പൊ ഇങ്ങനൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരോടും. സാധാരണ മനുഷ്യർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ശത്രുവിനൊരു വീഴ്ച വന്ന അത് വല്ലാണ്ടങ്ങ് ആഘോഷിക്കും. ഇക്കാര്യത്തില് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ രണ്ടുപേരും പോകരുത്. അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക, ഈ ഹരിയുടെ കാര്യത്തില് അച്ഛനെന്താ ഇത്ര വലിയ താല്പര്യം? നല്ല മനുഷ്യരോട് നമുക്ക് താല്പര്യം തോന്നുന്നു എന്തുകൊണ്ടാ? അവരുടെ സ്വഭാവശുദ്ധിയുണ്ട്. അച്ഛൻ പറയുന്നത് പോലെ എല്ലാ കഴിവുകളുള്ള ഒരാളാണെങ്കിൽ ഈ ബിസിനസ്സിൽ എങ്ങനെയാ പരാജയപ്പെട്ടു പോയത്? കുറച്ചൊന്നും അല്ല, കോടികളാ നഷ്ടമുണ്ടാക്കി വെച്ചേക്കുന്നത്. കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരുപാട് പ്രതീക്ഷകളും കൊടുത്തു. ഇതിപ്പോ ചതിച്ചതിന് തുല്യായില്ലേ? ഓഹോ, അപ്പൊ രണ്ടുപേരും ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ടാ നിങ്ങളോട് ഈ കാര്യം സംസാരിക്കണമെന്ന് തോന്നിയത്. എന്നെ ദ്രോഹിച്ചവരെ ഒന്നും ഞാൻ മറക്കില്ലച്ചാ. ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. ഓരോരുത്തരും അവരെ കുറിച്ച് മാത്രമാ ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ കണക്കിന് നീ പറയുന്നത് ശരിയാ മോളെ. എന്തെങ്കിലും ആവട്ടെ, അയാൾ ഒരു നല്ല കാര്യത്തിന് ശ്രമിച്ചു. ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഇപ്പൊ ഒരു വീഴ്ച പറ്റി, അതിൽ ഇടപെടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുന്നൊരു ചൊല്ലുണ്ടച്ചാ. ഹരി ശ്രമിച്ചത് നേരെ മറിച്ചാ. അപ്പോ ഈ തകർച്ച സ്വാഭാവികമല്ലേ? ഹരിയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി നശിപ്പിച്ചതേ എനിക്ക് കിട്ടേണ്ട അവകാശോ. എത്ര തവണ ഞാനത് അച്ഛനോട് ചോദിച്ചതാ. അപ്പൊ കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. ഇപ്പൊ എന്തായി? മലവെള്ളത്തിൽ ഒളിച്ചു പോയതുപോലെ എല്ലാം പോയില്ലേ? എന്നെങ്കിലും കണ്ടാ ഞാൻ ചോദിക്കു വച്ചാ. അക്കാര്യത്തിൽ അച്ഛന് സംശയമൊന്നും വേണ്ട. അച്ഛാ, ഇനിയിപ്പോ ഹരിയുടെ വീഴ്ച വിഷമം തോന്നിട്ട് ഉള്ളതൊക്കെ അവൻ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു കളയല്ലേ? എന്റെ ശത്രുക്കളോടാണല്ലോ അച്ഛന് പ്രിയം. ഇപ്പൊ ഇതെന്തിനാ നുള്ളിപ്പറക്കി ബാങ്കിലുള്ളതൊക്കെ എടുത്തോണ്ട് വരുന്നത്? ഞാൻ ചോദിച്ചോ? നീ ചോദിച്ചിട്ട് വേണോ എനിക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാൻ? ഇത് കൊണ്ടുവന്ന അക്കൗണ്ടിൽ തന്നെ തിരിച്ചിട്ടാ മതി. കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വഴിക്ക് നോക്കിക്കോളാം. ആ, ഏത് വഴിക്ക് നോക്കാനാ? പെരുവഴിയായിരിക്കും. പിന്നെ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനല്ലേ, എല്ലാരും കൂടെ എടുത്തു പിടിച്ചേക്ക് തരും. ഓഹോ, എനിക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നുമില്ലെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ സമാധാനം കിട്ടുമല്ലോ അല്ലേ? കിട്ടിയല്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ അപ്പൊ നിഷേധം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളും. എന്ത് നിഷേധം? ഈ പണം എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. മോള് വിണ്ടാണ്ടിരിക്കെ, വേണ്ടെങ്കി വേണ്ട. പക്ഷേ ഞാൻ ഇത് തിരിച്ചോണ്ട് പോയേ ബാങ്കിലൊന്നും കത്തിച്ചളെ, ഞാൻ കത്തിച്ചളെ. എന്താ ഇത്? രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ടാലോ? വഴക്കാണോ? മോളൊന്ന് ചോദിച്ചു നോക്കിക്കേ, ചോദിച്ചു നോക്ക്. ഞാനേ ഇത് പോയി പിൻവലിച്ചോണ്ട് വന്നതിന്റെ സങ്കടമാ. അത് പറയാൻ വയ്യാത്ത വിഷമം കൊണ്ടാ ഈ വിഷമങ്ങൾ കാണിക്കണത്. അല്ലേടാ? അല്ലേനോ? ഇങ്ങനെയൊക്കെ ബഹളം വെച്ചോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? നിനക്ക് ഉപകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ കാശ്? നീ വിഷമിക്കുന്ന ഈ അവസ്ഥയില് എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റുകയല്ല. ഓട്ടടാ. കണ്ടില്ലേ മോളെ, ഇവർ ഇത്രേ ഉള്ളൂ. അമ്മാവ, നമുക്കുള്ളതൊക്കെ പോയി അമ്മാവ. നമ്മളിപ്പോ വലിയ കടക്കാരാ. എപ്പോ വേണമെങ്കിലും ആൾക്കാര് ഭീഷണിപ്പെടുത്താവുന്ന കടക്കാര്. ഒന്ന് പോടാ ചെറുക്ക. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ആൾക്കാർ പിടിച്ചിരിക്കുന്നില്ലേ? എത്ര കമ്പനിക്കാരാ 10,000-കണക്കിന് കോടിക്കണക്കിന് രൂപ കടമുണ്ടാക്കിയിട്ട് ഈ നാട്ടിലുള്ളത്. അതിന്റെയൊക്കെ ഇടയില് നമ്മുടെയൊക്കെ നഷ്ടം ചെറുതാ. മോനെ പിടിച്ചു നിൽക്കണോടാ. അതെ, മോനെ സമാധാനായിട്ടിരിക്കും. അമ്മാവ,
എന്റെ മോളെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ദേ ഇവരെ ഒന്ന് പിടിച്ച് സമാധാനിപ്പിക്ക്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റിയല്ല. പിടിക്ക് മോള്. ആ ഞാൻ കരുതി നിങ്ങൾ ശരിക്കും വഴക്കിട്ടതാണെന്ന്. ഹരി ഒന്ന് ഉറങ്ങുന്നത് പോലുമില്ല അമ്മേ. ഒന്ന് കണ്ണടച്ച അപ്പൊ തന്നെ ചാടി എണീക്കും. പിന്നെ കുറെ കണക്ക് പറച്ചിലുകളാ. ഫിനാൻസ് കമ്പനിയിൽ അടയ്ക്കേണ്ട തുകയെപ്പറ്റി, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണത്തെപ്പറ്റി. നേരും നിറയായിട്ട് ജീവിക്കുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. മോളെ, ഒരു വീഴ്ച വരുമ്പോഴാ ശക്തമായിട്ട് നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കേണ്ടത്. ജീവിത പങ്കാളിയുടെ പ്രാധാന്യം എന്താണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അത്തരം ഘട്ടങ്ങളിലാണ്. കൂടുതൽ വേദനിപ്പിക്കാൻ സമ്മതിക്കരുത്. എപ്പോഴും നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അമ്മേ, അച്ഛൻ വരാറായോ? ഈ അവസ്ഥയിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹരിക്ക് അത് വലിയൊരു ആശ്വാസമായേനെ. അച്ഛൻ ചിലപ്പോ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കൂട്ടുകാരന്റെ മകളെ കാണാതെ പോയിട്ട് അന്വേഷിച്ചു പോയതല്ലേ. അവിടെ ഇപ്പോ ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാ വാർത്തകൾ വരുന്നത്. അയ്യോ അമ്മേ,